ഹലോ നമസ്കാരം, സ്പോർട്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒഡീഷയ്ക്കെതിരായുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ഒരു ഗോളിന് വിജയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സെമി ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദിമി ഇന്നത്തെ സ്കോഡിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ലൂണ ബെഞ്ചിലുമായിരുന്നു. സ്ട്രൈക്കർമാരായിട്ട് ഫെഡോറും ഐമനുമാണ് ഇറങ്ങിയത്. ഹൊർമി, ലെസ്കോ, സന്ദീപ്, മിലോസ് എന്നിവരായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നത്. ഡിഫൻസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പല നിർണായക ഘട്ടത്തിലും ഒഡീഷയുടെ മുന്നേറ്റങ്ങൾ ഡിഫൻസിലെ ഓരോരുത്തരും കൂടാതെ ലാറ ശർമ്മയുമാണ് തടയുന്നുണ്ടായിരുന്നത്. മിലോസ് ആയാലും ലെസ്കോവിച്ച് ആയാലും ഇവിടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കൂടാതെ സന്ദീപ്, ഫ്രെഡി എന്നിവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും എടുത്തു പറയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ഡീസൻ്റ് ആയൊരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പൊസിഷൻ കൂടുതലും ഒഡീഷയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒഡീഷ ഓഫ് സൈഡിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും ആദ്യം അത് അനുവദിച്ചു. പിന്നീട് അത് ഓഫ് സൈഡ് ആയിട്ട് തന്നെ റഫറി അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഗോൾ ഉറപ്പിച്ച ഒരുപാട് ചാൻസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മിസ്സാക്കിയത്. ഫെഡോറിനൊക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടി. അങ്ങനെ 67-ാം മിനിറ്റിൽ ഫെഡോർ സെറിച്ച് ഗോൾ നേടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. മലയാളി ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഒരുപാട് കാണാൻ സാധിക്കും. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഗെയിമുകളാണ്. വളരെ സിമ്പിളായിട്ട് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാം. അത്യാവശ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. കളിക്കുന്നത് ആരാധകർക്ക് ചെറിയ നിരാശയായിരുന്നു. ഇതുവരെ കാഴ്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു ഗെയിം പകരം കരഞ്ഞിട്ട് വരികയാണ്. ഡ്രാഗൺ ടൈഗർ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. സ്കോർ ആയിട്ടുള്ള ഫെഡോറിന് പകരമുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം ഒഡീഷയുടെ ഭാഗത്തും പിന്നീട് ആഡ് ആവുന്നതാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യാവുന്നതായത് അങ്ങനെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഗെയിം കളിച്ചോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നമുക്ക് ഹലോ നമസ്കാരം, സ്പോർട്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു ISL സീസണിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ്. ഒഡീഷയ്ക്കെതിരെ 1-2 ഗോൾക്ക് പരാജയപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താവുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദിമി ഇന്നത്തെ സ്കോഡിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ലൂണ ബെഞ്ചിലുമായിരുന്നു. സ്ട്രൈക്കർമാരായിട്ട് ഫെഡോറും ഐമനുമാണ് ഇറങ്ങിയത്. ഹൊർമി, ലെസ്കോ, സന്ദീപ്, മിലോസ് എന്നിവരായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നത്. ഡിഫൻസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പല നിർണായക ഘട്ടത്തിലും ഒഡീഷയുടെ മുന്നേറ്റങ്ങൾ ഡിഫൻസിലെ ഓരോരുത്തരും കൂടാതെ ലാറ ശർമ്മയുമാണ് തടയുന്നുണ്ടായിരുന്നത്. മിലോസ് ആയാലും ലെസ്കോവിച്ച് ആയാലും ഇവിടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കൂടാതെ സന്ദീപ്, ഫ്രെഡി എന്നിവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും എടുത്തു പറയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ഡീസൻ്റ് ആയൊരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പൊസിഷൻ കൂടുതലും ഒഡീഷയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒഡീഷ ഓഫ് സൈഡിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും ആദ്യം അത് അനുവദിച്ചു. പിന്നീട് അത് ഓഫ് സൈഡ് ആയിട്ട് തന്നെ റഫറി അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഗോൾ ഉറപ്പിച്ച ഒരുപാട് ചാൻസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മിസ്സാക്കിയത്. ഫെഡോറിനൊക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടി. അങ്ങനെ 67-ാം മിനിറ്റിൽ ഫെഡോർ സെറിച്ച് ഗോൾ നേടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം വളരെ സന്തോഷത്തിലായിട്ടാണ് ആ ഒരു ഗോൾ നേടിയത്.